അമേരിക്കയുടെ F-35നും റഷ്യയുടെ Su-57നും ഒപ്പം നിൽക്കാൻ ഇനി ഇന്ത്യക്ക് സ്വന്തം എഞ്ചിൻ. ഫ്രഞ്ച് കമ്പനി സഫ്രാനുമായി ചേർന്നാണ് പുതിയ എഞ്ചിൻ ഇന്ത്യ വികസിപ്പിക്കുക. ഇന്ത്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനത്തിനാണ് അമേരിക്കയുടെ F-35 എഞ്ചിനൊപ്പം കിടപിടിക്കുന്ന എഞ്ചിൻ ഒരുക്കുന്നത്. 61,000 കോടിയുടെ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി കഴിഞ്ഞു. സാങ്കേതിക വിദ്യാ കൈമാറ്റം അടക്കമാണ് കരാർ. മേക്ക് ഇൻ ഇന്ത്യയിലാണ് നിർമ്മാണം. സ്വന്തമായി നിർമ്മിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആംക 2035 സേനയുടെ ഭാഗമാക്കുകയാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. 120 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് എഞ്ചിനാണ് വേണ്ടത്. അമേരിക്കയുടെ F-35നും റഷ്യയുടെ Su-57നും ഇത്രയും ശക്തിയുള്ള എഞ്ചിനാണ്. തേജസ് മാർക്ക് 2ന് 120 kN എഞ്ചിൻ നൽകാമെന്നും ഫ്രാൻസ് സമ്മതിച്ചിട്ടുണ്ട്. യുഎസിലെ GE കമ്പനിയുടെ എഞ്ചിനാണ് തേജസ് 1ലും മാർക്ക് 2ലും ഉപയോഗിക്കുന്നത്. 4-5 തലമുറ ഫൈറ്ററാണ് മാർക്ക് 2. UK കമ്പനിയായ റോൾസ് റോയ്സും പരിഗണനയിലുണ്ടായിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിന് അവർ തയ്യാറായിരുന്നില്ല. സമയക്രമം പാലിക്കുന്നതിലും അവരിൽ നിന്നും ഉറപ്പ് ലഭിച്ചില്ല. സഫ്രാന്റെ രൂപരേഖ ആംകയുടെ വികസന ലക്ഷ്യങ്ങളുമായി സംയോജിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളെ ഇന്ത്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പായി ഈ പങ്കാളിത്തത്തെ കാണാം. നിലവിൽ എല്ലാ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളും വിദേശ നിർമ്മിത എഞ്ചിനുകളെയാണ് ആശ്രയിക്കുന്നത്. ഒരു യുദ്ധവിമാനത്തിന്റെ ചെലവിന്റെ ഒരു പ്രധാന ഭാഗം അതിന്റെ എഞ്ചിനും അനുബന്ധ അറ്റകുറ്റപ്പണികൾക്കുമാണ് പോകുന്നത്. ഇന്ത്യയുടെ വരാനിരിക്കുന്ന യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ശക്തമായ 120 kN ത്രസ്റ്റ് എഞ്ചിൻ സൃഷ്ടിക്കുന്നതിലാണ് ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞത്വം വർദ്ധിപ്പിക്കുന്നതിന് ഈ സഹകരണം സഹായകമാകും. ഇന്ത്യയും ഫ്രാൻസും പ്രതിരോധ മന്ത്രി തലത്തിൽ വാർഷിക പ്രതിരോധ സംഭാഷണവും സെക്രട്ടറി തലത്തിൽ പ്രതിരോധ സഹകരണത്തിനായുള്ള ഉന്നത സമിതിയും നടത്തിവരുന്നുണ്ട്. ഇത് അവരുടെ പ്രതിരോധ സഹകരണത്തിന്റെ ആണിക്കല്ലാണ്. സൈനിക വ്യോമയാന മേഖലയിൽ രണ്ട് രാജ്യങ്ങൾക്കും അടുത്ത സഹകരണമുണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി പറയുന്നതനുസരിച്ച് റാഫേൽ യുദ്ധവിമാനത്തിന്റെ വാങ്ങൽ, P-75 സ്കോർപിയൻ പദ്ധതി, യുദ്ധവിമാനങ്ങൾക്കായുള്ള അടുത്ത തലമുറ യുദ്ധ എഞ്ചിനുകളുടെ സഹവികസനത്തിലെ സഹകരണം, ഇത് പ്രതിരോധ സഹകരണത്തിന്റെ പ്രധാന മേഖലകളാണ്. ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്റർ പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഫ്രാൻസിന്റെ സഫ്രാൻ ഹെലികോപ്റ്റർ എഞ്ചിനും എഞ്ചിൻ വികസിപ്പിക്കുന്നതിനുള്ള ഓഹരി ഉടമകളുടെ കരാറിൽ നേരത്തെ ഒപ്പുവച്ചിരുന്നു. റഫാൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ഡസോൾട്ട് ഏവിയേഷന്റെ അഭിപ്രായത്തിൽ ഇത് വൈവിധ്യം, പരസ്പര പ്രവർത്തനക്ഷമത, വഴക്കം, അതിജീവനം എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഓംനി റോൾ യുദ്ധവിമാനമാണ്. പരമ്പരാഗതവും അസമവുമായ ഭീഷണികൾക്ക് അനുയോജ്യമാക്കുകയും വ്യോമാധിപത്യം നിലനിർത്താനുള്ള കഴിവ് ഉറപ്പാക്കുകയും ചെയ്യുന്നു. കൂടാതെ ഡസോൾട്ട് ഏവിയേഷൻ നിർവചിക്കുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന തന്ത്രപരവും സാമ്പത്തികവുമായ അന്തരീക്ഷത്തിൽ കുറവ് ഉപയോഗിച്ച് കൂടുതൽ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ അഭിമുഖീകരിക്കുന്ന വ്യോമസേനകൾക്ക് മുന്നോട്ട് വഴി നൽകുന്ന പോസ്റ്റർ ചൈൽഡ് പരിവർത്തന പോരാളി എന്നാണ്. ഉയർന്ന തീവ്രതയുള്ള യുദ്ധത്തിന് ശക്തമായി കണക്കാക്കപ്പെടുന്ന ഒരു കോമ്പാക്ട് ഫൈറ്റർ ജെറ്റാണ് റാഫേൽ. 2025 ജനുവരിയിൽ INS വാക്ഷീറിനെ രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ശ്രദ്ധേയമാണ്. ഫ്രാൻസിലെ നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ച് നിർമ്മിച്ച P-75 സ്കോർപിയൻ പദ്ധതിയുടെ 6ാമത്തെയും അവസാനത്തെയും അന്തർവാഹിനിയാണ് INS വാക്ഷീർ. ഫ്രാൻസുമായുള്ള കരാർ പ്രകാരം പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളായ സ്കോർപിയൻ രൂപകൽപ്പനയിലുള്ള 6 അന്തർവാഹിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കേണ്ടതായിരുന്നു. കൂടാതെ ഇന്ത്യയുടെ ഗാർഡൻ റീഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡും ഫ്രാൻസിന്റെ നേവൽ ഗ്രൂപ്പ് ഫ്രാൻസും ഉപരിതല കപ്പലുകളുടെ മേഖലയിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു. പട്രോളിംഗ് കപ്പലുകളായാലും ആണവ വിമാനവാഹിനി കപ്പലുകളായാലും ഉപരിതല കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ നേവൽ ഗ്രൂപ്പ് ഒരു അഭിമാനകരമായ പേരാണ്. പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനായി 2023 പാരീസിലെ എംബസിയിൽ ഇന്ത്യ അതിന്റെ പ്രമുഖ സ്ഥാപനമായ DRDOയിലൂടെ ഒരു സാങ്കേതിക ഓഫീസും തുറന്നിരുന്നു. കൂടാതെ ലോകത്തിലെ 2ാമത്തെ വലിയ വിമാന ഉപകരണ നിർമ്മാതാക്കളായ ഫ്രാൻസിലെ സഫ്രാൻ ഗ്രൂപ്പ് 65 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ ലീപ്പ് എഞ്ചിനുകൾക്കായി ഒരു ഇന്ത്യൻ വിതരണ ശൃംഖല നിർമ്മിക്കുകയാണെന്ന് കമ്പനി പറഞ്ഞിരുന്നു. GE എയ്റോസ്പേസും സഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിൻസും നിർമ്മിക്കുന്ന ഈ എഞ്ചിൻ എയർബസ് A320 നിയോ, ബോയിംഗ് 737 മാക്സ്, കോമാക്സ് C919 തുടങ്ങിയ വിമാനങ്ങൾക്ക് ശക്തി പകരും. സിവിൽ വിമാനങ്ങൾക്കുള്ള എഞ്ചിനുകളും ഉപകരണങ്ങളും മിറേജ് 2000, റാഫേൽ എന്നിവയ്ക്കുള്ള സൈനിക എഞ്ചിനുകൾ, ബഹിരാകാശ പ്രൊപ്പൽഷൻ, ഹെലികോപ്റ്റർ എഞ്ചിനുകൾ എന്നിവ നിർമ്മിക്കുന്നത് കമ്പനിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്. എന്തായാലും ഇന്ത്യക്ക് ഇതൊരു വലിയ നേട്ടമാണ്. കരുത്തു പകരുന്ന ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഈ കരാർ ഒട്ടേറെ സഹായകമാകും. ന്യൂസ് ഡെസ്ക് കർമ്മ.